നമ്മുടെ എപ്പിസോഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, കോമ്പറ്റീഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ പ്രേക്ഷകരെ കുറച്ച് കൂടുതൽ സന്തോഷിപ്പിക്കാനായിട്ട് ടോപ്പ് സിംഗറിലെ സീനിയേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. കണ്ടു നോക്കാം അല്ലേ? പാട്ടും ചിരിയും കളികളും സന്തോഷവും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ദേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൃത്യസമയമാകുമ്പോൾ ഒത്തിരി നല്ല നല്ല പാട്ടുകൾ കേൾക്കാനായിട്ട്, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളിതേ കൃത്യസമയത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. കുറച്ച് പേരെ വെൽക്കം ചെയ്തതിന് ശേഷം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം മധു അങ്കിൾ, ജെ അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. നിങ്ങൾ രണ്ടും ഒരു കടയിൽ നിന്നാണോ ഉടുപ്പ് വാങ്ങിയത്? നമ്മളിന്ന് ഒരേ സ്ഥലത്ത് നിന്ന് തുണി മേടിച്ചിട്ട് അച്ഛനൊരു ഷർട്ടും തയ്ച്ചു, ഞാനൊരു രമേശിന്റെ ഇടയിൽ നിന്നാണോ വാങ്ങിച്ചത്? അതെ 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 അതെ, അച്ഛനും മോളും ഒരു മനസ്സാണ്, അത് മനസ്സിലായിട്ടില്ല. ഞങ്ങളൊരു ഒരു ടീമാണ് അല്ലേ? കുഞ്ഞുകുട്ടിക്ക് മനസ്സിലായില്ല? മനസ്സിലായില്ല. ഞാൻ നിങ്ങളുടെ ഫാമിലിയിലേ അല്ല, പുറത്തുനിന്ന് വന്നൊരു ഞാനും മധുങ്ങളും ടീം. അതെ, പക്ഷെ അച്ഛന്റെ മനസ്സ് സെറ്റ്. ആ സെറ്റ് സെറ്റ് ആ സെറ്റ് വെറുതെ നമ്മളാണ് ആക്ച്വൽ സെറ്റ്. അതെ, ആ എന്നാ അച്ഛന്റെ മനസ്സുണ്ടല്ലോ, അത് മനസ്സിലാവില്ല മക്കൾക്ക്.
മനസ്സിലാവൂലേ? അതൊരു ഞാൻ പ്രശ്നം. മനസ്സിലാക്കുന്നു എനിക്ക് സങ്കടം വരുന്നുണ്ടേ. അയ്യോ കരയാതെ. പ്ലീസ് ഡോണ്ട് ക്രൈ. അതെ. ഞാനിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഒരാൾ വന്നു എന്നെ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ സംഗീതം വളരെ ഇഷ്ടമാണ് എന്ന്. അപ്പൊ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്തു ഒരു സംഭവം. അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പൊ ഞാൻ ആലോചിച്ചു ഇത് ആർക്ക് കൊടുക്കും, കാരണം അത് എനിക്ക് കഴിക്കാൻ പറ്റൂല. അപ്പൊ ആർക്ക് കൊടുക്കും എന്ന് ആലോചിച്ചപ്പോഴത്തേക്കും വേറെ ആർക്ക്, എന്റെ മോക്കല്ലേ കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാനിങ്ങനെ പൊതിഞ്ഞോണ്ട് വന്നു. അപ്പൊ ഈ മോളോ നല്ലൊരു സ്വഭാവം. തിന്നണ്ട സാധനമായിരുന്നു. പക്ഷെ എനിക്കിപ്പോ തീരെ ഇഷ്ടമല്ല ഷെയർ ചെയ്യുന്നത്. ശരി. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു കാർട്ടാണ്, ഒരു കാർട്ട്, ഒരു വണ്ടി. കേട്ടില്ലേ കാർട്ടിൽ കാർട്ടിൽ ഒരു ടാർട്ട്. അതൊരു ബ്ലൂബെറി ടാർട്ടാണ്. തരട്ടെ? ഇതാ ഇത് കണ്ടോ? എനിക്ക് ഇവിടുന്ന് ശരിക്കും കാണാം. ഇത് മൊത്തം ചോക്ലേറ്റ് ആണ്. ഇങ്ങനെ ഒരു പ്രസന്റ് മീൻകുട്ടന് ഒരിക്കലും ജീവിതത്തിൽ കിട്ടാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ ഒരു കാർട്ട് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. കയ്യിൽ വെച്ചോളൂ. അയ്യോ ഇതും ചോക്ലേറ്റ് ആണ്. കണ്ടോ? ഞാൻ 360 കാണിച്ചു തരാം. എനിക്ക് ആ പാത്രത്തിൽ വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. കൊള്ളാവോ? അച്ഛന് വേണ്ടേ? അച്ഛനും വേണം. കൊതി പിടിക്കാൻ അവിടെ നിന്നിട്ട് കൊടുത്തു പോയല്ലോ. അയ്യോ ഞാനൊന്നും കഴിച്ചു. ചിലപ്പോ ഒരു കാർട്ട് ഫുൾ ടാർട്ട് കഴിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നാലും ആ ചേട്ടൻ ഇത് എങ്ങനെ ഇത്ര വലിയ ഫാനോ? താങ്ക് യു. അത് മതിയോ മധുവങ്കൾ? എന്ത് പറ്റി? മതി. ആയിട്ടില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പൊട്ടിച്ചു തിന്നാം. ആ മനസ്സെനിക്കറിയാമല്ലോ. കാർട്ട് പൊട്ടിച്ചു തിന്നാം. പൊട്ടിക്കാം. കാർട്ട് പൊട്ടി ഗൈസ്. കാർട്ടിന്റെ ചക്രം. ഒരു ചക്രം. ചെറിയൊരു കഷ്ടം മതി. ഈ ടാട്ടിലെ അത് മൊത്തമായിട്ട് അങ്ങ് കഴിക്കണം. അങ്ങനെ മൊത്തം റെഡിയാക്കി. അങ്ങനെ എനിക്ക് പറ്റത്തില്ല. ജസ്റ്റ് ആ ടാട്ട് ഇതോ അത് മൊത്തം അത്ര എനിക്ക് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ മൊത്തം എടുക്കുക. ഇനി അത് ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തേ. ഇപ്പൊ ഞാനത് കഴിക്കാൻ പോവാണ്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നിട്ട് കഴിച്ചോ. പാനിപൂരിയൊക്കെ വായിലിടുന്ന പോലെ കഴിച്ചോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിന് നമ്മുടെ എനർജിയാണ് കാർട്ട്. എല്ലാവർക്കും കിട്ടിയല്ലോ. എനിക്കൊരു സംശയം, ഇവിടെ എന്തിനാ വന്നത്? കാർട്ടും കൊണ്ട് കുറ്റം പറയുന്നു. ഇത് പാട്ടത്തില്ലേ? ആ പാട്ടുണ്ട്. പാട്ട് പാടാൻ വരുന്ന ഇച്ചിരി കാർട്ട് കൊടുത്താലോ? കാർട്ട് കൊടുക്കാം. അപ്പൊ ഈ കാർട്ട് കഴിച്ചതിന്റെ ഉന്മേഷത്തിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ആളെ വിളിക്കാം അല്ലേ? യെസ്. മധുകൾ, ഇന്നത്തെ ദിവസം മൊത്തത്തിൽ നല്ലൊരു രസമില്ലേ? ഒത്തിരി നല്ല നല്ല രസമുണ്ടെന്ന്. പിന്നെ അത് കാണാൻ നല്ല രസമുണ്ട്, ഉടുപ്പ് കാണാൻ നല്ല രസമുണ്ട്. അതല്ല, പക്ഷെ പുതിയ റൗണ്ടും പുതിയൊരു സ്റ്റേജ് ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ചുകൂടെ സീരിയസ് ആയില്ലേ നമ്മുടെ? അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പൊ ജഡ്ജസിനും ഇത് ടഫാണോ? കാരണം എല്ലാരും ഒരേപോലെ നന്നായി പാടുന്നു. അപ്പൊ മാർക്ക് ഇടാനായിട്ട് അതാ ഞാൻ ചോദിച്ചത്. ഇങ്ങനെ എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ടോ? എന്താ പ്രശ്നം? വഴക്കാണോ? ഇതെന്താ ഇത്? എന്താ അമ്മിക്കുട്ട പ്രശ്നം? എന്ത് പറ്റി? ഞാൻ അമ്മയോട് പറഞ്ഞ എനിക്ക് ഈ ബോട്ടിൽ ഗിറ്റാർ വേണം. സോറി സാർ, ഇവിടെ എന്റെ കൈ വിട്ട് ഓടി വന്നേട്ടോ. സോറി. അല്ല സാറില്ല, വന്ന സ്ഥിതിക്ക് അതെ അതെ, എന്തായാലും സ്റ്റേജിൽ വന്നല്ലോ. എന്താ പ്രശ്നം? എനിക്ക് ഗിറ്റാർ വേണം. ഗിറ്റാർ എന്താ വേണം? എന്തിനാണ് ഗിറ്റാർ? എനിക്കും വായിക്കാൻ. ആണല്ലേ? രണ്ടുപേരോ? ഇവിടെ ഗിറ്റാറിലെ രണ്ടേ പേരേ ഉള്ളൂ. അതെ, അത് ഈ പാട്ട് ആ ഹീറോ ഗിറ്റാർ വായിച്ച് പാടുന്ന പാട്ടാണ് അവളുടെ. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുമ്പോ തൊട്ട് തുടങ്ങിയത് എനിക്കും ഗിറ്റാർ വേണം. അത് ശരി. അതിനിപ്പോ എന്ത് ചെയ്യും? യാമക്കുട്ടി, ഗിറ്റാർ വായിക്കാൻ അറിയാവോ? ഇത് എങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സിമ്പിൾ അപ്പൊ അത് വർക്ക് ചെയ്യും അല്ലേ?
എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഗിറ്റാർ അതെ വായിക്കാം. അതെ 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 പഠിക്കൊന്നും വേണ്ട. ആ അത് കൊള്ളാലാ മധു എന്ന് പറയാൻ ചേങ്കിള്. അത് കൊള്ളാലോ മധു എന്ന് MJ ഞങ്ങൾ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അത് കൊള്ളാലോ മധു എന്ന് പറയാൻ. യാമിക്കുട്ടി ആ എന്നോട് പറയണ്ട. ദേ സുബിൻ ചേട്ടന്റെയും ശശി ചേട്ടന്റെയും കയ്യില് അവരുടെ കയ്യിലുണ്ട് ഗിറ്റാറുണ്ട്. അവരുടെ കയ്യിൽ ഗിറ്റാർ. ഗിറ്റാറുണ്ട്. ഇത് കുറേ വർഷം പഠിക്കണം, പഠിച്ചിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താലേ ഇവിടെ ടുടുടുടു ഇതുപോലെ വരത്തുള്ളൂ. വന്നിരുന്ന് ടുടുടുടു ആവുള്ളൂ അത്. വെച്ച് വരുള്ളൂ. ഗിറ്റാർ ഇത് കണ്ട ട്യൂഡ് വെക്കുന്ന ട്യൂൺ ചെയ്യുക, പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കണം. അതെ, കുറച്ച് പഠിച്ചാലേ വരൂന്ന്. അപ്പൊ നമ്മൾ അതെ. എന്ത് ചെയ്യും? ഞാൻ പഠിച്ചിട്ടാ വന്നേക്കുന്നേ. പഠിച്ചിട്ടാ വന്നത്? ഞാൻ പഠിച്ചു. പാട്ടല്ലേ പഠിച്ചിട്ടുള്ളൂ? പാട്ടും ഗിറ്റാറും പഠിച്ചു. ആണോ? ഗിറ്റാർ അറിയോ? നീനൊരു ചേച്ചി ആ അങ്കിളിനോട് എനിക്ക് ഗിറ്റാർ തരാൻ പറയാ. അയ്യോ സുബിൻ ചേട്ടൻ ചോദിക്കില്ല. സുബിചേട്ടൻ തരാലോ? ഉണ്ടക്കണ്ട് നോക്കുന്നുണ്ടോ? കണ്ടോ? ഗിറ്റാർ തരാലോ? അയ്യോ തരുമായിരുന്നോ? ശരിക്കും കൊടുക്കും. അയ്യോ ഇതല്ല, വേറെ തരാം. വേറെ ഏത് ഗിറ്റാറാ വേണ്ടേ? എനിക്ക് കുഞ്ഞു ഗിറ്റാർ മതി. കുഞ്ഞു ഗിറ്റാർ, അത് കുഞ്ഞു ചെറുത് ഗിറ്റാർ. എന്താ? കേട്ടോ? ചെറുത് വേണം. മീനൂടാ ആ? ഈ ഗിറ്റാർ വലുതല്ലേ? അതെ യാമിക്കുഞ്ഞ് കൊച്ചല്ലേ? അതെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? യാമേക്കാളും നീളം ഉണ്ടാവും നീളം ഗിറ്റാറിന്. ഉണ്ട് അതെ. യാമി എടുത്ത പൊങ്ങുവെന്ന് പറയാ ചേച്ചി. ഓ ഏ, യാമിക്കുട്ടി ആ ഗിറ്റാർ എടുത്താ പൊങ്ങോ യാമിക്കുട്ടിക്ക്? എന്തിനാ പൊന്തിക്കുന്ന? ഇങ്ങനെ കഴുത്തിലൂടെ തൂക്കിയിട്ടാ പോരെ. അയ്യോ ആ വെയിറ്റ് കൊണ്ട് വീണ് പോയില്ലേ? യാമിക്കുട്ടിയും ഗിറ്റാറും കൂടി താഴെ കിടക്കും. താഴെ കിടക്കും. പക്ഷെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പം യാമിക്കുട്ടിക്ക് തന്നു എന്ന് വെക്കുക ഈ ഗിറ്റാർ. അപ്പൊ അവരെങ്ങനെയാ വായിക്കുക? ഈ പാട്ടിൽ വായിക്കണ്ടേ? അതിനല്ലേ ഞാൻ വായിക്കുന്നേ. ഞാൻ വായിച്ചോളാം. ഹലോ യാമിക്കുഞ്ഞെ, ആ, നമുക്ക് പാട്ട് പാടിയിട്ടൊരു തീരുമാനാക്കിയല്ലോ. അത് നല്ലതാ. ആ, ഓക്കെ? അതാവുമ്പോ ഒരു കോംപ്രമൈസ് ആവും. അതെ, എല്ലാത്തിനും അതാണ് തീരുമാനമാവും. നല്ലത്. എന്തെങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാനിങ്ങനെ പാട്ട് പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഈ അമ്മ ഇങ്ങനെ കവിത പാടി 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 എന്നെ കോൺസെൻട്രേഷൻ ഫുള്ള് ഈ കളയും. കോൺസെൻട്രേഷൻ ആരാ? കോൺസെൻട്രേഷൻ ഫുള്ള് കളയും. Concentration. അല്ലെങ്കിൽ എന്റെ പാട്ടും തെറ്റിക്കും. ആ അമ്മ കവിത പാടുവോ? ആഹാ പാടും. അമ്മ കൊറേ എഴുതും എന്നിട്ട് പാടും. ആണോ? ആ, ചെറുതായിട്ടൊക്കെ. അമ്മയുടെ ചെറു കവിത കവിത. കേൾക്കട്ടെ. യെസ്. ആ ഒരു കവിത come on, ചേച്ചി, yes. നമുക്ക് ആ, വേണ്ടി. come on, നമുക്ക് come on, വേണ്ടി. come on, come on. ഏയ്. അല്ല, ഒരു ചെറിയ പ്രശ്നം. എന്റെ സ്വന്തം കവിത ആയതുകൊണ്ട് ഞാൻ ബൈഹാർട്ട് ചെയ്ത് വെക്കുന്ന പരിപാടി ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്നാ നമുക്ക് ആദ്യം യാമിക്കുട്ടിയുടെ പാട്ട് കേൾക്കാം. അപ്പത്തേക്കും കവിത. നോക്കി വെക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ആ ഞാനിവിടെ കുഞ്ഞത്ത് പടുമ്പന മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോള് മര്യാദയ്ക്ക് ഇരിക്കുമ്പോഴോ? ഈ അമ്മയും ചേച്ചിയും രാകേശങ്ങളും കൂടെ എന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കൂല. രാകേഷ് അങ്കിളെ എന്താ രാകേഷ്? അതെന്താ എന്താ കൊച്ചിനോട് സംഭവിക്കുന്നത്? ഇങ്ങനെ? രാകേഷ് ഇരിക്കാൻ കാര്യം. അവള് കുഞ്ഞാറ്റയുടെ പാട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അപ്പം അവള് ടച്ചപ്പ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിട്ട് വിളിച്ചതാണ്. അത് ഇഷ്ടപ്പെട്ടില്ല. ഓ അതാണ് കാര്യം. എന്തായാലും യാമിക്കുട്ടിയുടെ പെർഫോമൻസ് നടക്കുമ്പോഴേ അമ്മ കവിതയായിട്ട് റെഡി ആയിരിക്കണം. അതെ. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് അമ്മയുടെ കവിത കേൾക്കണം. നമ്മുടെ Yes. ആഗ്രഹമാണ്. സ്വന്തമായിട്ട് കവിത എഴുതി പാടുന്നതല്ലേ, അതെ. ചൊല്ലുന്നതല്ലേ, അത് ഗംഭീരാവും, എനിക്കറിയാം. യെസ്. അപ്പൊ യാമിക്കുട്ടി, താങ്ക് യു സർ. പാട്ടിന്റെ ഡീറ്റെയിൽസ് എന്താ? പാടിയത് സുജാതാന്റി. പിന്നെ വിനീത് ശ്രീനിവാസനേട്ടനും പാടി. പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. ആ. ആ സിനിമയുടെ പേര് സിനിമയുടെ പേര് ക്ലാസ്മേറ്റ്. ആ ഇതാണോ? ആഹാ. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, അതാണോ? അതാ. ആ പാട്ടാണല്ലേ? അതാണല്ലേ, അതാണ് ഈ ഷോളൊക്കെ ഇട്ടോണ്ടിരിക്കണേ. മ്യൂസിക് ഡയറക്ടർ ആരാന്നാ പറഞ്ഞേ? മ്യൂസിക് ഡയറക്ടർ സംഗീതം നൽകിയത് ആ ആ അലക്സ് പോൾ സാർ. ആ. പിന്നെ എഴുതിയത് എഴുതിയത് വർഷം ആ. 2000 മൈക്കിൽ പറഞ്ഞു. 2006. Yes. correct. ആ ലിറിക്സ് എഴുതിയത് എഴുതിയത് ലിറിക്സ് എഴുതിയത് വയലാർ ആ വയലാർ ശരത് ചന്ദ്ര വർമ്മ. വയലാർ ശരത് ചന്ദ്രവർമ്മ. യെസ്. ചന്ദ്രപരമ. ഓക്കെ ചന്ദ്രവർമ്മ എന്നല്ല ചന്ദ്രവർമ്മ. ആ, ചന്ദ്രപരമ. ചന്ദ്രപരമ. ഓക്കെ ശരി. അപ്പൊ പാടിക്കട്ടോ. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. ബെസ്റ്റ്. താങ്ക് യു. ഇത് നല്ല സൂപ്പർ ഉടുപ്പാണ്. ഇത് ഭയങ്കര ഞാൻ സൂപ്പർ. ഉഗ്രം മൊഞ്ചത്തി ഉണ്ട് മൊഞ്ചത്തി. കറങ്ങി നോക്കാം എത്ര വരുന്നു. നോക്കട്ടെ, കറങ്ങേ ഇത് പിടിക്കണം. ആ മൈക്ക് പിടിക്കണം. കൊള്ളാലോ. സൂപ്പർ ഉടുപ്പ്. ആ തട്ടോട്ടുണ്ടല്ലേ, ഞാൻ ഇപ്പഴാ കാണണേ. അതെ. പാടിയല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കലക്കിയല്ലോ. ഇരിക്കുന്നുണ്ടോ മധുക്കളുടെ കയ്യില്? എണീച്ചില്ല പൊട്ടാത്ത. എണീച്ചൊന്ന് കൈ കൊട്ടണോ? ആ ക്ലാപ്പ് കൊട്ടാത്ത എന്താന്ന് എണിച്ചിക്കട്ടെ. ഓക്കെ. അതിനെ അവിടെ സ്ഥാപിക്ക്. അടിപൊളി. ഹാപ്പി ആയോ? ആ പേടിയാണോ? തിരിച്ചെടുത്ത് തന്നെ എടുത്തെടുത്ത് വെക്ക്. അങ്ങനെ തന്നെ അവിടെ നിന്നപ്പോ കുറച്ച് പേടി തോന്നുന്നുണ്ട്. കലക്കിയല്ലോ. കലക്കിയെന്നോ? ആ സൂപ്പറായിട്ട് പാടി. ആ ഈ ലിറിക്സ് ഒക്കെ എങ്ങനെ എത്ര കാണാണ്ട് പഠിച്ചേ? അത് അമ്മ പഠിപ്പിച്ചെന്നു. തന്നെ പഠിക്കണ്ടേ അപ്പൊ? അമ്മയല്ല പഠിപ്പിച്ച, തന്നെ പഠിച്ചതാ. ആണോ? അപ്പൊ അമ്മയ്ക്ക് കവിത പഠിക്കണ്ടേ? അമ്മ ഒറ്റയ്ക്ക് കവിത പഠിച്ചോളൂ. ഞാൻ ഒറ്റയ്ക്ക് എന്റെ പാട്ട് പഠിച്ചോളൂ. ഓ, അമ്മ ഒറ്റയ്ക്ക് കവിത പഠിക്കും, ഞാൻ ഒറ്റയ്ക്ക് പാട്ട് പഠിക്കും. യാമിക്കുട്ടി, മധുക്കളുടെ പാട്ടൊന്ന് പഠിപ്പിച്ചു കൊടുക്കാമോ? എന്നെ പഠിപ്പിക്കോ? ഒന്ന് പല്ലവിന്ന് പഠിപ്പിച്ചു. മൈക്ക് പിടിച്ചിട്ട് സ്റ്റേജ് പോയി നിന്ന് കറക്റ്റ് പാടും. അവിടെ നിന്ന് പാടണോ? യാമിക്കുട്ടി കൊണ്ടുവന്നേ. മധുക്കള് പോട്ടെ. ജംഗിള് വിളിക്കുന്നു. അപ്പൊ ഇനി മധുക്കളാണ് കണ്ടസ്റ്റന്റ് കേട്ടോ. വെൽക്കം. പുതിയ ഷോ ആണോ എനിക്ക് ഇത്? പുതിയ ഷോ ആണോ? പുതിയതാ. ഓക്കെ. മധുബാലകൃഷ്ണൻ, how are you? മധു ഏതാ പാട്ട് പാടുന്നേ? എന്റെ കൽവില മതിയോ? കാറ്റടുത്താണല്ല പാട്. കാറ്റാടി തണലും തണലത്തര മതിലും തണലത്തൊരു മതിലും മതിലില്ല മതിലില്ല മനസ്സുകളുടെ മനസ്സുകളുടെ പ്രണയക്കുളിരും കുളിരും. പിച്ച് ശരിയായി. പിച്ച് ശരിയായോ? ഇനി എന്തെങ്കിലും കുറ്റമുണ്ടോ? ഇനിയും കുറച്ചും കൂടെ ശരിയാവാണ്ട്. എവിടെ ശരിയാക്കണ്ടേ? കള്ളത്തര മതില്. കള്ളത്തരോ? തണലത്തര മതിലും അവിടെ. തണലത്ത് ഒരു മതിലെന്നാ മോൻ പാടിയത്. കള്ളത്തരം. അല്ല അല്ല, മോൻ തെറ്റാ പാടിയെന്നാ പറയുന്നേ മാം. തണലത്തൊരു മതില്. ഒരു മതിലല്ല, അരമതില്. ആ അതെ. ഫുള്ള് മതിലാണ്. ഫുള്ളല്ല, ഹാഫ് മതി. മതി. അയ്യോ മതൊക്കെ വെക്കാൻ പറ്റുമോ? നല്ല രസം. ഒന്നും കൂടെ പാടണ്ട. ഇനി കേക്കണ്ട. എനിക്ക് മതിയായി. ഞാൻ പോവാ. പൂത്തിരി വേണം. ആ പൂത്തിരി വേണം. ആ ഈ മോനൊരു പൂത്തിരി എടുത്തേ. ആ മോന് പൂത്തിരി. യാമിക്കുട്ടി വേണ്ടേ പൂത്തിരിക്ക്? ആ നേമിക്കുട്ടി ഇവിടെ നിന്നോ. എനിക്ക് വലിയ വെയിറ്റ് തരണേ. എന്താ വലിയ വെയിറ്റ് കഴിഞ്ഞു. തീർന്നു പോയി വില്ലി വൈറ്റ്. ഈ മോൻ പല്ല് വെച്ച് തീർത്തു അത് മൊത്തം. മധുബാലെ, നമുക്ക് അമ്മയുടെ പാട്ട് കേട്ടണ്ടേ? ആ കവിത. ഇനി ഒന്ന് അവിടെ പോയിരിക്കാം. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് രേണാന്റി. രേണാന്റിയുടെ പാട്ട് കേൾക്കാം. അത് ദൂരോട്ട് പോകുന്നു. ചേട്ടൻ അടുത്ത് വരുന്നേ. യാമിക്കുട്ടി ദൂരേക്ക് പോവാ. ഇവിടെ ഇങ്ങോട്ട് നടന്നപ്പോഴേ തുറച്ചു നോക്കാം. അപ്പോൾ അമ്മ വേദിയിലേക്ക് വരട്ടെ. സാറേ ഞാന് യാമി ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ഒരു അവസരം ഞാൻ പ്രതീക്ഷിച്ചല്ല. ജസ്റ്റ് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് എഴുതിയിടുന്ന ഒരു ശീലം. അതിന്ന് ഇങ്ങനെ ജസ്റ്റ് 2 വരി. കേൾക്കട്ടെ, തീർച്ചയായിട്ടും. അന്നൊരേ മഴ പങ്കിടാൻ ഒരു കുടയ്ക്കായി തിരഞ്ഞവർ, ഒരു പാട്ട് കേൾക്കുവാൻ ഒരേ കാതുമായി പോന്നവർ, ഒരേ വഴി പോകുവാൻ പല വഴികളും താണ്ടിയോ, പലവിധം പൂവിലും ഒരേ മധുരം നുകർന്നവർ, ഒടുവിൽ ഒന്നും രണ്ടാക്കുവാനാകാതെ ഇമ്മിണി വലിയൊരു ഒന്നായി വരച്ചവർ, ഒന്നും രണ്ടാക്കുവാനാകാതെ ഇമ്മിണി വലിയൊരു ഒന്നായി വരച്ചവർ, ഒരു നഷ്ടസായാഹ്നത്തിനിപ്പുറം ഒരേ മഴ പങ്കിടാൻ പല കുടയുമായെത്തിയോ, ഒരേ പാട്ടു കേൾക്കിലും പല രാഗമെന്നോതുവോ, ഒരേ വഴിയാകിലും പല ദൂരങ്ങൾ താണ്ടുവോർ, ഒരേ പൂന്തേനിലും പല മധുരങ്ങൾ നുണയുവോർ, ഒടുവിലാ വലിയ ഒന്നിലെ തെറ്റിനെ ഒരു ചിരിയോടെ രണ്ട്
ചിരിയോടെ രണ്ടെന്ന് ശരിയാക്കി മാറ്റുവോ? നാം ഇന്ന് ബഹുജനം പലവിധം, എങ്കിലും ഒന്നുണ്ട് നാം അറിയാതെ വീണ്ടും ഒരേ മഴ നനയുവോ, ഒരേ വെയിൽ തുവർത്തുവോ, ഒരേ യാത്ര പോകുവോ? ആഹാ വെരി 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 നൈസ്. അങ്ങനെ ഇങ്ങനെ കവിത എഴുതിക്കൊണ്ടിരിക്കുക നിരന്തരം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഒന്നും കൂടുമ്പോഴത്തേക്കും ഒരു വലിയ രണ്ടാണ് കിട്ടിയിരിക്കണേ. അത് യാമി ഒന്നല്ല, 2, 3, 5, 10 ഇൻഫിനിറ്റ് ആണ്. സാർ, ഈ ഒരു അവസരത്തില് എന്താ, ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടേ ഈശ്വരന്മാരെ പോലെ കണ്ട ആളുകളുടെ മുന്നിൽ അടുത്ത് വരാനുള്ളൊരു യോഗവും ഇപ്പോൾ ഒരു അപ്രിസിയേഷൻ മധു സാറിൻ്റെയും MJ സാറിൻ്റെയും ആര്യമോളുടെയും ഒക്കെ അടുത്തുനിന്ന് കേൾക്കാനുള്ളൊരു യോഗവും ഒക്കെ ഉണ്ടായത് എത്ര സന്തോഷം എനിക്ക് പറയാൻ അറിയില്ല. അതുപോലെ തന്നെ എൻ്റെ മോളെ കാണുന്ന ഓരോ നിമിഷവും ഒരു പുനർജന്മം പോലെയാണ് ഞാൻ അവളെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പുനർജന്മ ശരിക്കും ഡ്രീം കം ട്രൂ ആയി. തീർച്ചയായിട്ടും യാമിക്കുട്ടി എങ്ങനെ വരാമോ ഒന്നും നമുക്കിപ്പോ കാണാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയൊരു ഗ്ലിറ്ററിങ് ഒരു ഫ്യൂച്ചർ ഉള്ള ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ യാമിക്കുഞ്ഞെ, നമുക്ക് മധുരമഴ വേണ്ടേ? പോരട്ടെ, അങ്ങനെ ഒരു മധുരം മഴ യാമിക്കുട്ടിക്ക്. ഇത് അമ്മയ്ക്കും കൂടെ അർഹതപ്പെട്ട മിഠായി മഴയാണ്. അപ്പൊ അമ്മയും ചില അച്ഛനും കൂടെ. എന്തായാലും നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഇല്ല, നല്ല പാടാനുള്ള കഴിവ്, നല്ല വോയിസും, ഉഗ്ര വോയിസും. എടുത്തോ ചേച്ചി. ചേട്ടാ, ഒരിക്കൽ കൂടി ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും നന്ദി പറയാണ്. എന്റെ മകള് കാരണം ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ കുറച്ച് സന്തോഷം അധികം തന്നെ ഉണ്ട്. ഈ കവിത ഇന്നലെ രാത്രി 12 മണിക്ക് ഇരുന്ന് എഴുതിയതാ. ആണോ? അയ്യോ, പെട്ടെന്ന് എഴുതിയതാണോ അത്? ഉറക്കമില്ലേ? ഇന്നലെ ഫുൾ ടെൻഷൻ ആയിരുന്നു. ശരി, പക്ഷെ നന്നായി, അസലായിട്ട് ഗംഭീരായിരുന്നു. അതെ. താങ്ക് യു യാമിക്കുട്ടി. ബൈ. See you. See you. Bye. ടാറ്റാ. Good night. Good night. ആര് ചേച്ചി? യെസ് മീനുട്ടൻ. എന്തിനാ വിളിച്ചേ? പെർഫോമൻസ്. അതെ, സമയമായി അല്ലേ? ആര്യ ചേച്ചിക്ക് എനർജി കൊടുക്കാൻ സമയമായി. ആര്യ ചേച്ചിയുടെ എനർജി ഇച്ചിരി താഴ്ന്നു തോന്നുമ്പോഴേ നമ്മൾ അപ്പൊ തന്നെ പെർഫോമൻസ് റൗണ്ട് വെക്കും. എനിക്ക് ഇഷ്ടമാണ് അത്. അതെ, അങ്ങനെ ഒരു പെർഫോമൻസ് റൗണ്ട് വന്നെത്തിയിരിക്കുകയാണ്. ചിരിച്ചിരിക്കുന്ന ഒരാളാ വരാൻ പോകുന്നത്. ആവണി പൊന്നു ആവണിക്കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ആവണി ഓൺ സ്റ്റേജ്. ഹലോ. ചിരി കൊടുക്ക. എന്തോ കേട്ടു, കുറച്ചേരം ചിരി. ഹലോ. ഇച്ചിരി വെറൈറ്റി ആണല്ലോ, കൊമ്പൊക്കെ കിട്ടിയിട്ടുണ്ടോ? അതെ, നല്ല രസമുണ്ട്. പക്ഷെ അവക്ക് ചേരും. നല്ല രസമുണ്ട്. സ്മാർട്ടായിട്ടുണ്ട് ഇന്നത്തെ ഡ്രസ്. കളർ കൊള്ളാം കേട്ടോ. കളർ കോമ്പിനേഷൻ വിത്ത് ബ്ലാക്ക്. ബ്ലാക്ക് അല്ലേ? അതെ അതെ അതെ. മീനുട്ടി ആവണയും നല്ല ഒരു കോൺട്രാസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോ ഈ ഫ്രെയിം വെച്ച് നോക്കി. അതെ 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 അതെ, ഒന്ന് ഫ്രെയിം വെച്ച് ശരിയാ. യെസ്. അപ്പൊ ഉഷാറായിട്ട് ഏത് പാട്ടാ പാടാൻ പോന്നെ? രാക്കോലം വന്നതാണ്. എന്റെ സൂര്യപുത്രി അല്ലേ? രാക്കോലം വന്നതാണ്, അതല്ലേ? രാജാ സാറുടെ മ്യൂസിക് അല്ലേ? ഫിലിം എന്റെ സൂര്യപുത്രിക്ക്, ഇയർ 1991. പിന്നെ മ്യൂസിക് ഇളയരാജ സാർ, ലിറിക്സ് കൈതപ്പം സാർ, പാടിയത് ചിത്രാമ്മ. ഓക്കേ, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
സൂപ്പർ താങ്ക് യു സാർ. കലക്കി കോറസേ അടിപൊളി. എന്നാ വൈബ്, എന്നാ വൈബോട് വൈബ്, എന്നാ എനർജി. വേറെ ലെവൽ. രാക്കോലം വന്നതാണേ, കൂത്താടും കൂട്ടരാണേ. രാക്കോലം വന്നതാണേ, കൂത്താടും കൂട്ടരാണേ. ഈ പാട്ടിൽ ഒരുപാട് കുറുമ്പുണ്ടായിരുന്നു കേട്ടോ. അതെ, അതെ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട് ഈ മ്യൂസിക്കും കുറുമ്പും രണ്ടും കസിൻസ് ആണെന്ന്. അത് മാത്രമല്ല, നമ്മൾ ഈ വണ്ടി കയറുമ്പോഴേ ഫാസ്റ്റൻ യുവർ സീറ്റ് ബാലൻസ് എന്ന് പറയില്ലേ, അപ്പൊ അങ്ങനെ ഫാസ്റ്റൻ ചെയ്ത് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ആ റോളർ കോസ്റ്റർ റൈഡാണ് കേട്ടോ. അതിലിങ്ങനെ പേടിയുണ്ടേ പോന്ന് ഒരൊറ്റ തുടക്കം. അതെ. ഞാൻ ഇങ്ങനെ ബ്രത്ത് പിടിച്ചിരിക്കുകയാണേ. അവസാനം ഈ ശ്വാസം കിട്ടുമോ ദൈവമേ ഇനി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പാട്ട് അവസാനിച്ചു. അപ്പൊ ഞാനെന്ത് ചെയ്തു, എന്നിട്ടാണ് ഞാൻ എണിച്ചു നിന്നത് കേട്ടോ. എന്നിട്ടാണ് വാവ് എന്ന് പറഞ്ഞത്. എങ്ങനെ വാവ് പറയാതിരിക്കാം, സൂപ്പർ ആയിരുന്നു. താങ്ക് യു സാർ. നീ പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നമേ അല്ല. ഇതൊക്കെ എന്തോന്ന് സിമ്പിൾ ആയിട്ട് പുട്ട് പോലെ പാടി. Yes, 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 yes. Thank you. അതെ. പുട്ടുണ്ടായിരുന്നു, പയറുണ്ടായിരുന്നു, പിന്നെ പീര ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. മൊത്തം ഐറ്റംസ് എല്ലാം കൂടെ ഒന്നിച്ച് അസംബിൾ ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. താങ്ക് യു. പിന്നെ തേർഡ് ബീച്ചത്തില് അത്യാവശ്യം സ്റ്റെപ്സ് ഒക്കെ ഇട്ട് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്. ഉണ്ട്. പക്ഷെ അത് കറക്റ്റ് റിതമിനാണോ ചെയ്തതെന്ന് എനിക്കൊരു സംശയം, ഒരു ചെറിയ ഒരു ലാഗ് ഇല്ലായിരുന്നോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ സ്റ്റെപ്പിലായിരുന്നു ഇച്ചിരി ലാഗ് വന്ന്. അതന്നെ. വന്നല്ലേ? ആ. ഇച്ചിരി അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ ആക്കാൻ കാരണം ഈ ഡാൻസിനെ പറ്റി ഒരു വിവരം ഇല്ലാത്ത എനിക്ക് പോലും മനസ്സിലായി. കുയിലല്ലേ നിന്നുള്ളിലുണ്ടോ താരാട്ടിൻ നീലാംബരി, എന്നുള്ളം താലോലമാടും മോഹത്തിൻ മൂകാംബരി. വേണമെങ്കിൽ ഒരു സജഷൻ, ഉള്ളം പതഞ്ഞ വേളയിൽ, അതെ വേണമെങ്കിൽ കുറച്ചും കൂടെ വെബ്രാറ്റ് കൊടുക്കാം. ഉള്ളം പതഞ്ഞ വേളയിൽ ആ. തമ്മിൽ അല്ല അപ്പൊ ഇപ്പൊ അത് ഓവറാക്കാതെ എക്സാജറേറ്റ് ചെയ്യാതെ ആ വെബ്രാറ്റോ വന്ന കലമ്പുവാൻ. കലമ്പുവാൻ. അതന്നെ കുറച്ച് ആവാം. മിടുക്കി. എന്തോ എന്നെ ഞെട്ടിച്ചു കേട്ടോ ഇന്ന്. ശരിക്കും ഞാൻ ഞെട്ടി. ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം, ആവണിക്കുട്ടിയുടെ വേറൊരു വേർഷൻ കേട്ടു ഇന്ന്. നല്ല എന്താ പറയാ, വോക്കൽസ് ഒക്കെ ഓപ്പൺ ചെയ്ത് നല്ല ചെസ്റ്റ് വോയിസ്, നല്ല സ്ട്രെങ്ത് ഉള്ള ചെസ്റ്റ് വോയിസ് ആവണിക്കുട്ടിയുടെ. അതിന്ന് കേട്ടു. ഞാൻ ഇങ്ങനെ ഇത് എവിടെയായിരുന്നു ഇത് ഇത്രയും കാലം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. എനിക്ക് ശരിക്കും ഞെട്ടി കേട്ടോ. നീലാംബരി, എന്നുള്ളം താലോലമാടും മോഹത്തിൻ മൂകാംബരി. മായാമൗനം മായുവാൻ മാറി എന്റെ പൊയ്മുഖം. ആവണിക്കുട്ടി, യു ആർ ദ ബെസ്റ്റ്. Thank you. ഇറ്റ് വാസ് സോ ഗുഡ്. Thank you so much. അതിന്റെ കൂടെ ആ ഒരു ഉന്മേഷമുള്ള ഒരു മുഖവും ആ ചിരിയും പെർഫോമൻസും എല്ലാം കൂടെ ആയപ്പോ ഞാൻ അങ്ങ് ഹാപ്പിയായി. ഞാനൊന്നും നോക്കിയില്ല. സന്തോഷം. മിടുക്കിയായിട്ട് പാടി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. യെസ്. ആവണിക്കുട്ടി എന്തോ സാർ. അടിപൊളി. താങ്ക് യു. ഇന്ന് കലക്കി. താങ്ക് യു സാർ. ശരിക്ക് ആസ്വദിച്ച് ആനന്ദിച്ച് പാടി. താങ്ക് യു സാർ. ഒരു നല്ലൊരു മറ്റുള്ളവരെയും കൂടി എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. കേട്ടോ. ഒരു പുതിയ ആവണിക്കുട്ടി എന്ന് ഞങ്ങൾ കണ്ടു. അതെ, പുതിയൊരാൾ. യെസ്. അപ്പൊ ഇങ്ങനത്തെ പാട്ട് പാടേണ്ട രീതിയിൽ തന്നെ മര്യാദ ശരിക്കും അതിന്റെ ശരിയായ രീതിയിൽ തന്നെ പാടി കേട്ടോ. ആ ഞാൻ പേന കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഞാനും തൊട്ടിട്ടില്ല, പേരെഴുതാൻ മാത്രം. അപ്പൊ എന്തായാലും ആദ്യം ഒരു അവസാനം വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തി, യെസ്, ആ ഒരു എനർജി നിലനിർത്തി
പിന്നെ ആ ഡാൻസ്, ആ സ്റ്റെപ്സ് കൊള്ളാമായിരുന്നു. ഒരു ലാഗ് വന്നെങ്കിലും അത് എപ്പോ നേരത്തെ പ്രിപ്പയർ ചെയ്തിരുന്ന സ്റ്റെപ്സ് ആയിരുന്നോ? അത് ആ പീരിയഡിൽ അങ്ങനത്തെ സ്റ്റെപ്പ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. നേരത്തെ, അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ പെർഫോമൻസ്. താങ്ക് യു സർ, താങ്ക് യു സർ. പുതിയൊരു വേർഷൻ അല്ലേ പുതിയൊരു ആവണിക്കുട്ടിയുടെ? വേർഷൻ. അതെ, താങ്ക് യു. കൊള്ളാം. ഇങ്ങനത്തെ പാട്ടൊക്കെ ആവണിക്കുട്ടിക്ക് അസലായി പാടാൻ പറ്റും. ഗുഡ് ചോയ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ ഇന്ന് എത്ര എഴുതി വെച്ചിരുന്നേ? 100. ആണോ? അതെടുത്തോ, അതങ്ങെടുത്തോ? എടുത്തോന്ന്. താങ്ക് യു. അത് ശരി വെച്ചോളാൻ ടിക്ക് ചെയ്തോ? 100 out of 100. അത് ഇങ്ങനെയാണോ പറയണേ? ഇങ്ങനെയാണോ പറയണേ? എങ്ങനെയാ എങ്ങനെ announce ചെയ്യാ? ആവണി You are our- ആ. പറഞ്ഞു. 100 out of 100. ചുമ്മാ കണ്ടോ ആർക്ക്? എനിക്കല്ലേ? ഇന്ന് എനിക്ക് എന്ന് പറ. ഇന്ന് എനിക്ക് 100 out of 100. Congratulations, congratulations. ആവണിക്കുട്ടി ഇത് ഒത്തിരി സ്പെഷ്യൽ ആണ്. കാരണം ഇപ്പൊ അടുത്തൊന്നും ആർക്കും അങ്ങനെ 100 കൊടുത്തിട്ടില്ല. അതെ, അതെ. കിട്ടാറേയില്ല. പിന്നെ വളരെ അതിന്റെ കൂടെ rare ആണ്. സ്റ്റാറും. അതെ, അത് 3 അതെ, അത് yes, yes. കലക്കിട്ടോ. അതെ. ഇന്ന് എന്റെ പാട്ട് കേൾക്കാൻ എന്റെ മാമനും അപ്പൂപ്പനും വന്നിട്ടുണ്ട്. ഹലോ, ആഹാഹാ. അത് മാമനായിരുന്നു, ചേട്ടനെന്ന് തോന്നിയില്ല എനിക്ക് കണ്ടിട്ട്. ഓക്കെ, സന്തൂർ മാമൻ. അപ്പൂപ്പന് ഒരു നമസ്കാരം പ്രത്യേകിച്ച് വന്നതിന് വളരെ അപ്പൊ സന്തോഷം. രണ്ടുപേരും ഒത്തിരി ഹാപ്പി ആയി കാണും അല്ലെ ഇന്ന് തന്നെ 100 കിട്ടിയപ്പോ. പിന്നെ നമ്മുടെ ആവണിക്കുട്ടിയാണ് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ ഇന്ന്. താങ്ക് യു. അല്ലാണ്ട് വേറെ ആരാവാനാ 100 അതെ. വേറെ ആര്? പിന്നെ സ്റ്റാറും. അതെ, മധുമാമൻ എടുത്തോ. മധുങ്കൾ വെൽക്കം. മധുമാമൻ അരിയേച്ചി. മധുമാമ കം ഓൺ. അത് മാമ ഗോ. വാട്ട് ഇസ് ദിസ്? ആവണി, എന്താ സാർ? ഈ ഉടുപ്പ് വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇതുപോലുള്ള നല്ല ഉടുപ്പുകൾ കിൻഡർ മോക്സ് നിങ്ങൾക്ക് തരുന്നതാണ്. വൗ. അപ്പൊ തന്നെ ആ ഒച്ച ഇടുമ്പോ വേറൊച്ച. ഓക്കെ, ഹാർട്ടി താങ്ക് യു കൺഗ്രാജുലേഷൻസ്. സർ. ഗോഡ് ബ്ലസ് യു. കൺഗ്രാറ്റുലേഷൻസ് ആവണിക്കുട്ടി. ഞാൻ കൊടുത്താലും കുഴപ്പമില്ല, മീനൂട്ടിയല്ലേ? താങ്ക് യു സർ. ഓക്കെ, നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന്റെ കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ് ആണ് കേട്ടോ. താങ്ക് യു. All the best. താങ്ക് യു. ടാറ്റാ.